ഹലോ എവരിവൺ. ബിൽഡിങ്ങിന്റെ ലേബർ സെസ് കെ സ്മാർട്ടിലൂടെ എങ്ങനെയാണ് അടക്കുക എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെക്കണം. അത് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം സിറ്റിസൺ ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക. ക്രിയേറ്റ് ചെയ്യാത്തവർ എൻ്റെ മുമ്പത്തെ വീഡിയോ ഉണ്ട്, എങ്ങനെയാണ് സിറ്റിസൺ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ച്. ആ വീഡിയോ കാണുക. നമ്മൾ നേരെ ഗൂഗിൾ പോയി കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുന്നു. നമുക്ക് കെ സ്മാർട്ടിന്റെ സൈറ്റ് ഓപ്പൺ ആയി വരും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ലോഗിൻ ബട്ടൺ കാണാം. അതിൽ നമ്മൾ സിറ്റിസൺ ലോഗിൻ എന്നുള്ള അത് എൻ്റർ ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വിൻഡോ ഓപ്പൺ ആയി വരാം. അതിൽ സിറ്റിസൺ ലോഗിൻ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തത് കൊണ്ട് നമുക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്നുള്ളത് എൻ്റർ ചെയ്യുക. അപ്പോൾ OTP പോകും. അതിനുശേഷം വെരിഫൈ ചെയ്യുക. നമുക്ക് ഇതുപോലെ നമ്മളുടെ വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ആദ്യത്തെ ആപ്ലിക്കേഷനാണ് ഓപ്പൺ ആയി വരിക ആദ്യം. ബാക്കി ന്യൂ ആപ്ലിക്കേഷന്, പേയ്മെന്റ്, മൈ ഡോക്യുമെന്റ്, നോട്ടിഫിക്കേഷൻ, മൈ ബിൽഡിംഗ്. നമ്മുടെ ബിൽഡിംഗ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ ബിൽഡിംഗ് നമുക്ക് അതിൽ പോയി കാണാൻ പറ്റും. അതിൻ്റെ മൈ പ്രൊഫൈൽ, അതിൽ നമ്മൾ ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ബിൽഡിംഗ് സെസ് എന്നുള്ള കാർഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ബിൽഡിംഗ് സെസ് എന്നുള്ള കാർഡ് ഇങ്ങനെ വരാം. അതിൽ നമ്മൾ ന്യൂ അസസ്മെന്റ്, പേ സെസ്, കറക്ഷൻ ഓർ അതർ സർവീസ് ആൻഡ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ, അതിൽ നമ്മൾ ന്യൂ അസസ്മെന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഏതാ ഡിസ്ട്രിക്ട് എന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം ലോക്കൽ ബോഡി എൻ്റർ ചെയ്യുക, ലോക്കൽ ബോഡി നെയിം എൻ്റർ ചെയ്യുക, താലൂക്ക് എൻ്റർ ചെയ്യുക, വാർഡ് എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ പെർമിറ്റ് ഓർ റെഗുലറൈസേഷൻ നമ്പർ, പെർമിറ്റ് നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് ആവശ്യമുണ്ട്. അതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മളുടെ പെർമിറ്റ് ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള പെർമിറ്റിന്റെ PDF ഉണ്ടെങ്കിൽ PDF, അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് അപ്പുറം പ്രിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യുക. എന്നിട്ട് സ്കാൻ ചെയ്ത് PDF ഫോർമാറ്റ് ആക്കിയിട്ട് വെക്കുക. പെർമിറ്റ് റെഗുലറൈസേഷൻ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ പെർമിറ്റിന്റെ നമ്പർ, നമുക്ക് പെർമിറ്റ് അനുവദിച്ച് കിട്ടിയ ആ നമ്പർ ഇവിടെ ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. ആദ്യം പെർമിറ്റിന്റെ നമ്പർ എൻ്റർ ചെയ്യണം ഇവിടെ. അതിനുശേഷം പെർമിറ്റിന്റെ ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്യാം. അപ്പം ഞാൻ ഇതൊക്കെ എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഇതിൽ ഞാൻ ഡിസ്ട്രിക്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്, ലോക്കൽ ബോഡി ടൈപ്പ്, അതുപോലെ തന്നെ ലോക്കൽ ബോഡി നെയിം, അതുപോലെ തന്നെ താലൂക്ക്, വാർഡ് എത്രാം വാർഡാണോ വാർഡ്, അതുപോലെ തന്നെ പെർമിറ്റിന്റെ നമ്പർ, അതുപോലെ തന്നെ നമ്മളുടെ പെർമിറ്റിന്റെ ഡേറ്റ്, അനുവദിച്ച ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റർ ചെയ്തു. അപ്പോൾ അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ ലോക്കൽ ബോഡി നെയിം, അതുപോലെ തന്നെ ഡേറ്റും, അതിന് താഴെയായിട്ട് ഓണർ എസ്റ്റാബ്ലിഷ്മെന്റ് ഡീറ്റെയിൽ. അപ്പോൾ ഓണർ ഡീറ്റെയിൽ കൊടുക്കുക. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ഇവിടെ കാണാം. അതിൽ നെയിം, അതുപോലെ തന്നെ സൺ ഓഫ് എന്താണോ അത് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ഇമെയിൽ ID എൻ്റർ ചെയ്യുക, ഏത് ജില്ലയാണോ ജില്ല എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ലോക്കൽ ബോഡി ടൈപ്പ്, നേരത്തെ ലോക്കൽ ബോഡി, അത് 3, വാർഡ് നമ്പർ, അതുപോലെ തന്നെ ഇത് നമ്മളുടെ ഓണറുടെ ഡീറ്റെയിൽ. അതായത് നമ്മൾ ഓണർ അഡ്രസ്സ് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. നേരത്തെ കൊടുത്ത് നമ്മൾ ആ പ്ലോട്ട് ഏത് ലോക്കൽ ബോഡിയിലാണ് വരുന്നത് ആ ലോക്കൽ ബോഡിയുടെ ഡീറ്റെയിലും കാര്യങ്ങളുമാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓണർ ഡീറ്റെയിൽ ആണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. സോൺ ഓഫീസ്, വാർഡ് നമ്പർ, വാർഡ് നെയിം, വാർഡ് ഡോർ നമ്പർ, സബ് നമ്പർ, അതുപോലെ തന്നെ ഹൗസ് നെയിം, സ്ട്രീറ്റ് നെയിം, ലോക്കൽ പ്ലേസ് ഏതാണ്, മെയിൻ പ്ലേസ് ഏതാണ്, പോസ്റ്റ് ഓഫീസ് കാര്യങ്ങൾ, പിന്നെ ലാസ്റ്റ് ആധാർ നമ്പർ. എല്ലാ ഡാറ്റയും ഇതുപോലെ എൻ്റർ ചെയ്യുക. ഹൗസ് നെയിം, സ്ട്രീറ്റ് നെയിം, അതുപോലെ ലോക്കൽ പ്ലേസ്, മെയിൻ പ്ലേസ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്. പോസ്റ്റ് ഓഫീസ് അടിക്കുമ്പോൾ തന്നെ പിൻകോഡ് വരാം. അതിനുശേഷം ലാസ്റ്റ് ആധാർ നമ്പർ അടിക്കുക. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡാറ്റ സേവ് സക്സസ്ഫുള്ളി എന്ന് കാണും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുന്ന സമയത്താണ്, നമുക്ക് ഇപ്പോൾ ഒരു ഇതിൽ ആവശ്യം വരുന്ന സമയത്താണ് നമ്മളിവിടെ കൂടുതൽ എൻട്രി കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഒരാളുള്ളതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് സേവ് ചെയ്ത് പോയി. അതിനുശേഷം താഴെ ചോദിക്കുന്നുണ്ട് രജിസ്ട്രേഷൻ ഡീറ്റെയിൽ. അപ്പോൾ നമ്മൾ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത് ഡീറ്റെയിൽ കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് ക്ലിക്ക് ചെയ്യുക, പ്രൊസീഡ് ചെയ്ത് പോവാം. അപ്പോൾ അതിനുശേഷം നമുക്ക് പെർമിറ്റ് ഡീറ്റെയിൽ എൻ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ കാണുന്ന പോലെ ബിൽഡിങ്ങിന്റെ നെയിം അടിക്കുക. എന്താണ് ബിൽഡിംഗ്, റെസിഡൻഷ്യൽ ബിൽഡിംഗിലാണ് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യലാണ് കൊമേഴ്ഷ്യൽ, ന്യൂ കൺസ്ട്രക്ഷൻ ടൈപ്പ് കൊടുക്കുക, അല്ല എക്സ്റ്റൻഷൻ ആണെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കുക. അപ്പോൾ പുതുതാണെങ്കിൽ കൂട്ടിക്കെട്ടതാണെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ന്യൂ കൊടുക്കുക. അതിന് ടൈപ്പ് ഓഫ് ദ ബിൽഡിംഗ് കൊടുക്കുക, നോൺ റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, റെസിഡൻഷ്യൽ, ഓൺ പർപ്പസ്. അതിനുശേഷം പ്ലിന്ത് ഏരിയ നമ്മൾ എൻ്റർ ചെയ്യുക. ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് പോവുക. നമുക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ ഒന്നിൽ കൂടുതൽ ബിൽഡിംഗ് ഉണ്ട്, അതിനനുസരിച്ച് എൻട്രി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒറ്റ ബിൽഡിംഗ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽ കൊടുത്തു. അതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് വർക്കേഴ്സ് ടു ബി എംപ്ലോയിഡ് എന്നുള്ളതാണ് ആദ്യത്തേത്. അതിൽ ആൻറ്റിസിപ്പേറ്റഡ് നമ്പർ ഓഫ് ദി വർക്കേഴ്സ് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണ് നമുക്ക് എൻട്രി ചെയ്യുന്നത്, നമ്മളിപ്പോൾ 30 എന്നാണ് എൻട്രി ചെയ്യുന്നത്. വെച്ചാൽ നമ്മൾ എത്ര വർക്കേഴ്സാണ് നമ്മളുടെ ഈ ബിൽഡിംഗ് പണിയാൻ ജോലി ചെയ്തിട്ടുള്ളത്, എത്ര വർക്കേഴ്സാണ് നമ്മളുടെ ഈ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട്
അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്, ജോലി ചെയ്തിട്ടുള്ളത് എന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 30 കൊടുത്തു. നമ്പർ ഓഫ് വർക്കേഴ്സ് 13 കൊടുത്തു. അതിന് ഡേറ്റ് ഓഫ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത ദിവസം അവിടെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മൾ നോർമലി പെർമിറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആയിരിക്കും ഡേറ്റ് ഓഫ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ പിന്നെ ചില കേസുകൾ റെഗുലറൈസേഷൻ പെർമിറ്റ് വരുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. ഇതിനിപ്പുറത്ത് എസ്റ്റിമേറ്റ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഡേറ്റ് എപ്പോഴാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ നമ്മുടെ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഞാൻ കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബിൽഡിംഗ് പെർമിറ്റ്, ഇവിടെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ്. അതിനുശേഷം ഇവിടെ വന്നു ബിൽഡിംഗ് പെർമിറ്റ് അപ്ലോഡ് അറ്റാച്ച് ചെയ്ത് വന്നു. അതിനുശേഷം നമ്മൾ പ്രൊസീഡിന് കൊടുക്കുന്നു. പ്രൊസീഡിന് കൊടുക്കുമ്പോൾ ഇവിടെ താഴെ ഇത് ഒന്ന് വായിക്കുക. സപ്പോർട്ടഡ് ഫയൽ ടൈപ്പ് PDF, PNG, JPG ഫയൽ സൈസ് ലിമിറ്റഡ് 5 MB. അതായത് 5 MB കൂടാൻ പാടില്ല നമ്മളുടെ അപ്ലോഡ് ചെയ്യുന്ന ഫയൽ. 5 MB കൂടിക്കഴിഞ്ഞാൽ നമുക്കത് സിസ്റ്റം അപ്ലോഡ് ചെയ്യാം. നമ്മൾ ഇത്ര കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളുടെ പ്രിവ്യൂ നോക്കുക. നമ്മൾ കൊടുത്ത എൻട്രിയൊക്കെ കറക്റ്റാണ് നമുക്ക് പ്രിവ്യൂ നോക്കുക. ആദ്യം തന്നെ നമ്മളുടെ ലോക്കൽ ബോഡി ഡീറ്റെയിലും കാര്യങ്ങളാണ്. ഇത് ലോക്കൽ ബോഡി ഡീറ്റെയിലും കാര്യങ്ങളാണ്. ഇനി ഓണർ ഡീറ്റെയിലാണ് ഇവിടെ കാണുന്നത്. മൊത്തം ഓണർ, എസ്റ്റാബ്ലിഷ്മെന്റ് ടൈപ്പ്, ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ നെയിം ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഓണറുടെ പേര്, അതുപോലെ തന്നെ അഡ്രസ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ. അടുത്തത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽ. നമ്മൾ രജിസ്ട്രേഷൻ മുമ്പ് ചെയ്യാത്തതുകൊണ്ട് നോ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും ഇല്ല. എസ് എന്നാണെങ്കിൽ അവിടെ ബാക്കി രജിസ്ട്രേഷൻ നമ്പറൊക്കെ എൻ്റർ ചെയ്യണം. ഇനി ബിൽഡിംഗ് ഡീറ്റെയിൽ, ഞാൻ ബിൽഡിംഗ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. റെസിഡൻഷ്യൽ ഓൺ പർപ്പസ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ്, ടോട്ടൽ നമ്മളുടെ പ്രിന്റ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ പ്രിന്റ് ഏരിയ. അതിനുശേഷം കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ, നമ്മൾ എത്ര ആൾ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളുടെ സൈറ്റിൽ എന്നുള്ളതാണ് ആദ്യത്തത്. അതിനുശേഷം അതിൻ്റെ ഡേറ്റ് ഓഫ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്, അതുപോലെ തന്നെ വർക്ക് എൻഡ് ചെയ്ത ഡേറ്റ്. പിന്നെ നമ്മൾ അറ്റാച്ച്ഡ് പെർമിറ്റ് അറ്റാച്ച് ചെയ്ത് അതിനുശേഷം പ്രൊസീഡിയർ കൊടുക്കുന്നു. നമ്മൾ നേരെ ഇത് മുകളിലോട്ടേക്ക് പോകും, ഫസ്റ്റിലോട്ടേക്ക് പോകും. അപ്പോൾ ഇവിടെ താഴെ കാണാം ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഫോർ സബ്മിഷൻ ഓഫ് സെസ് പർട്ടിക്കുലർസ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് റീഡ് ചെയ്യുക, ആളുടെ പേരും കാര്യങ്ങളും. അതിനുശേഷം സെസ്സിൻ്റെ കാൽക്കുലേഷൻ ഡീറ്റെയിലാണ് താഴെ വരുന്നത്. നമ്മൾ എൻ്റർ ചെയ്ത പ്രിന്റ് ഏരിയക്ക് സമാനമായി സ്ലാബ് റേറ്റ് 9350 ആണ്. കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആസ് പെർ കാൽക്കുലേഷൻ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആസ് പെർ കാൽക്കുലേഷൻ ഇവിടെ കാണാം 16,85,338 എന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെസ് എമൗണ്ട് എന്ന് വെച്ചാൽ ഇവിടെ കാണാം. അതിൻ്റെ 1% സെസ് എമൗണ്ട് വരും. നമ്മളത് സെസ് കാൽക്കുലേഷൻ ഡീറ്റെയിൽ ഇവിടെ കാണാം. ടൈപ്പ് ഓഫ് ദ ബിൽഡിംഗ് റെസിഡൻഷ്യൽ പർപ്പസ്, അതുപോലെ തന്നെ ടൈപ്പ് കൺസ്ട്രക്ഷൻ ടൈപ്പ് ന്യൂ, അതുപോലെ തന്നെ പ്ലിന്ത് ഏരിയ, അതുപോലെ തന്നെ സ്ലാബ് റേറ്റ്. അതിൻ്റെ താഴെ കാണാം കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആസ് പെർ സ്ലാബ് റേറ്റിൽ എത്രയാണ് വരുന്നത്. അതിൻ്റെ ശേഷം സെസ് എമൗണ്ട് എത്രയാണ് നമ്മളുടെ സെസ് അടക്കേണ്ട എമൗണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ നമ്പറിലോട്ട് OTP പോകും. നമ്മൾ നേരത്തെ സിറ്റിസൺ ലോഗിൻ നമ്പറില്ല, അതിൽ OTP പോകും. OTP വെരിഫൈ ചെയ്യുക. അപ്പോൾ OTP പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ 60 സെക്കൻഡ് കാണാം. 60 സെക്കൻഡിൽ ആ OTP റിസീവ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ റീസെൻഡ് 60 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് റീസെൻഡ് ഓപ്ഷൻ വരും. അപ്പോൾ വീണ്ടും എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ OTP എൻ്റർ ചെയ്തു, OTP വെരിഫൈ ചെയ്തു. OTP എൻ്റർ ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ നമുക്ക് ഒരു ഇത് ഓപ്പൺ ആയി വരും. എൻഷുർ ഓൾ ദ ഡീറ്റെയിൽസ് യുവർ ആപ്ലിക്കേഷൻ ആർ ആക്യുറേറ്റ് ആൻഡ് കംപ്ലീറ്റ്. വൺസ് സബ്മിറ്റഡ് ഇറ്റ് ക്യാൻ ബി എഡിറ്റഡ്. ആർ യു വാണ്ട് ടു സബ്മിറ്റ്? നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ക്യാൻസൽ ചെയ്ത് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോർണറിലായിട്ട് സക്സസ് എന്ന് കാണിക്കുക. അതുപോലെ തന്നെ അക്നോളജ്മെന്റ് ഡീറ്റെയിൽ ഇവിടെ കാണാം. ആളുടെ പേരും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ നമ്പറും, ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും കാണാം. നമുക്കിത് ഡൗൺലോഡ് അസസ്മെന്റ് നോട്ടീസ് എടുക്കാം. ഡൗൺലോഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ചെക്ക് ചെയ്യാം ഓപ്പൺ ചെയ്ത്. നമുക്ക് ഈ രീതിയിലുള്ള വിൻഡോ വരും. നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി പേ നൗ. നമുക്ക് പേ നൗ അടിച്ചുകൊണ്ട് നമ്മൾ സെസ് പേയ്മെന്റ് നടത്താം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ബിൽഡിംഗ് സെസ് അടക്കാൻ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ഇവിടെ കൃത്യമായിട്ട് വരാം. ആ ഡീറ്റെയിൽ വന്നതിന് ശേഷം സ്ക്രോൾ ചെയ്ത് നമ്മൾ താഴോട്ടേക്ക് പോകുന്നു. നമുക്ക് സെസ് എമൗണ്ട് ഇവിടെ കാണാം. അതിന്റെ താഴെയായിട്ട് പേയ്മെന്റ് ഡീറ്റെയിൽ, പേയ്മെന്റ് ടൈപ്പ് ബേസ്ഡ് ഓൺ പ്ലിന്ത് ഏരിയ. ഇവിടെ ഫുള്ളി പേയ്മെന്റും അതുപോലെ തന്നെ പാർഷ്യൽ പേയ്മെന്റും. നമ്മൾ ഫുൾ പേയ്മെന്റ് അടക്കുകയാണെങ്കിൽ ഫുൾ പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവസാനത്താണ് നമ്മൾ നമ്പർ എടുക്കുന്ന സമയത്താണ് നമ്മളുടെ സെസ് അടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് അടക്കണം. അല്ല നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങിയതിന് ശേഷം ഘട്ടം ഘട്ടമായിട്ട് നമ്മളുടെ സെസ് അടക്കുകയാണെങ്കിൽ നമ്മൾ ഈ പാർഷ്യൽ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ എഡിറ്റ് എന്നുള്ളത് കാണാം. ഇവിടെ 180 M² ആണ് ഇവിടെ വന്നിട്ടുണ്ടാവും. നമ്മൾ അതിന് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ 100 M² എന്നാക്കുന്നു.
100 എം സ്ക്വയർ എന്നാക്കി സേവ് കൊടുക്കുന്നു. അതിന്റെ തൊട്ട് താഴോട്ട് പോയി ജനറേറ്റ് ചലാൻ അടിക്കും. ഇപ്പോൾ ജനറേറ്റ് ചലാൻ അടിക്കുമ്പോൾ താഴെ കാണാം 100 എം സ്ക്വയറിന്റെ നമുക്ക് പേയ്മെന്റ് അടക്കാൻ വരും, പ്രൊസീഡ് ടു പേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു 2ഉം 3ഉം ഗഡുവായിട്ട് അടക്കാൻ സാധിക്കും ഇതിൽ. അല്ലെങ്കിൽ ഫുൾ ഓൺ ടൈം ആയിട്ട് അടക്കുന്നുണ്ടെങ്കിൽ ഫുൾ പേയ്മെന്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. അല്ലാത്ത കേസുകളിൽ നമുക്ക് പാർഷ്യൽ പേയ്മെന്റ് ആയിട്ട് 100 എം സ്ക്വയർ, അതുപോലെ തന്നെ ഇതിന് ശേഷം നമുക്കൊരു 50 എം സ്ക്വയർ അടക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ 50 എം സ്ക്വയർ എന്നുള്ളത് എൻ്റർ ചെയ്യാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് ചലാൻ അടിക്കുക. ആ ജനറേറ്റ് ചലാൻ അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം 4000 സംതിങ്, അതായത് 50 എം സ്ക്വയറിന്റെ പെർമിറ്റ് സെസ് ഫീ ആണ് ഇവിടെ അടക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അടച്ചു പോകാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ ലേബർ സെസ്സുകൾ അടക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നമ്മളുടെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.